സിനിമാ കോൺക്ലേവ് പൂർത്തിയായതിനു പിന്നാലെ സിനിമാ നയരൂപീകരണ ചർച്ചകളിലേക്ക് കടക്കാൻ സർക്കാർ ജനുവരിക്കുള്ളിൽ സിനിമാ നയം രൂപീകരിക്കാൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. സിനിമാ കോൺക്ലേവ് വേദിയിൽ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പരാമർശത്തെ എതിർത്തും അനുകൂലിച്ചും സിനിമാ രംഗത്തുള്ളവർ വന്നു. സാറ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. അത് സാറ് തെറ്റിദ്ധരിച്ചിട്ടാണോ, അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാതെയാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ച് SC/ST അതുപോലെ തന്നെ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഈ സബ്സിഡി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ വലിയ ഒരു പ്രോജക്റ്റ് തന്നെയാണ്. കാരണം അത് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അത് എന്താ പറയുക, ഗവൺമെൻറ്റിൻ്റെ മറ്റെല്ലാ മേഖലകളിലുമുള്ള SC/ST വിഭാഗത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടി തന്നെയാണ്. അതൊരു ഗവൺമെൻറ്റിൻ്റെ പോളിസി കൂടിയാണ്. 3 മാസം ട്രെയിനിങ് കഴിഞ്ഞിട്ട് വന്നാൽ നിങ്ങൾക്ക് സിനിമ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലേക്ക് നിസ്സാരവൽക്കരിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. അടൂർ സാറ് നടത്തിയ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, സാറ് പറഞ്ഞ സംഗതി നമ്മൾ മുഴുവൻ കേൾക്കണമായിരുന്നു. നമുക്ക് ആദ്യത്തെ പ്രസ്താവനയിൽ നമുക്കൊരു ഇത് തോന്നി. പക്ഷേ സാറ് പറഞ്ഞ മുഴുവൻ കണ്ടന്റിലെ കാര്യം വിശദീകരിക്കപ്പെട്ടു. സർക്കാർ പൈസ കൊടുക്കുന്ന സമയത്ത് പൈസ മാത്രം കൊടുത്താൽ പോരാ, പ്രോപ്പർ ട്രെയിനിങ്ങും, അത് സ്ത്രീകളാണെങ്കിലും ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിലും പിന്നെ SC/ST വിഭാഗങ്ങളാണെങ്കിലും പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കണം എന്ന് പറഞ്ഞു. അത് മുഴുവനിലാണ് ആ മീനിങ് ഇരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ വാക്ക് മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇത്തരത്തിലിരുന്നിട്ടുള്ളൊരു ഓപ്പൺ ഡിസ്കഷനാണ്. അതാണ് ഇവിടെ ആവശ്യമുള്ളത്. പല സംഘടനകളുണ്ട്, പല വ്യക്തികളുണ്ട്, അവർക്ക് പല ഇഷ്യൂസ് ഉണ്ട്. അവർക്ക് സംസാരിക്കാനുള്ള ഇതുവരെ സ്പേസസ് ഉണ്ടായിരുന്നില്ല. അവർക്കൊരു സ്പേസ് കൊടുക്കുക, അവരുടെ വാക്കിന് വില കൊടുക്കുക, ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 75 സംഘടനകൾ ഇവിടെ ഉണ്ടെന്ന് നമ്മളിപ്പോഴാണ് അറിയണത്. അപ്പോൾ അത്രയും സംഘടനകൾ ഇവിടെ വന്ന് അതേപോലെ കമ്മിറ്റിയെ മീറ്റ് ചെയ്തിട്ട് അവരുടെ ആശയങ്ങളൊക്കെ മുന്നിൽ വെച്ചു. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇതുവരെ നടക്കാത്തതാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ മാറ്റം വരെ വെറും നയം വന്നതുകൊണ്ടോ ഒരു നിയമം വന്നുകൊണ്ടോ അല്ല. ഇത്തരത്തിൽ എല്ലാ സിനിമ മേഖലയിൽ ജോലിയെടുക്കുന്ന എല്ലാവരും ഒരേ സ്പേസസിലെത്തുക, അവർ തമ്മിൽ സംസാരിക്കുക, അങ്ങനെ തമ്മിൽ മനസ്സിലാക്കുമ്പോഴാണ് മാറ്റം ശരിയായി വരിക. നല്ലൊരു സ്റ്റെപ്പാണ് സർക്കാർ വെച്ചത്. പക്ഷേ എന്നാൽ അതിലൊരു കല്ലുകടി പോലെ വന്നു. അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ദേശിച്ചത് എന്താണ് എന്നറിയാൻ സലീം മാലിക്കൂടി നമുക്കൊപ്പം ചേരുന്നു. സലീം, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. ഈ സിനിമാ കോൺക്ലേവുമായി ബന്ധപ്പെട്ട് ഈ കോൺക്ലേവ് 2 ദിവസം വളരെ നല്ല നിലയിൽ സംഘടിപ്പിക്കപ്പെട്ടു. നിരവധി ആശയങ്ങൾ പുതുതായി ഉണ്ടാവുന്ന സാഹചര്യമുണ്ടായി. സിനിമാ നയം വളരെ വേഗത്തിൽ രൂപീകരിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് സർക്കാർ. ഇപ്പോൾ അതിന്റെ നടപടികളും ആരംഭിച്ചു. പക്ഷേ അതിനിടയിലാണ് ഈ കോൺക്ലേവിന്റെ സമാപന വേദിയിൽ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞൊരു പരാമർശം വിവാദത്തിലാകുന്നത്. സിനിമാ മേഖല മുഴുവൻ മുതിർന്ന സംവിധായകനായ അടൂർ ഗോപാലകൃഷ്ണനെതിരെ ഇപ്പോൾ നിലവിൽ നിലപാടെടുക്കുന്നൊരു സ്ഥിതിയാണുള്ളത്. അതേസമയം ചിലർ അനുകൂലിച്ചുകൂടി രംഗത്തെത്തുന്നുണ്ട്. ഈ സ്ത്രീകൾക്കും ഒപ്പം തന്നെ SC/ST വിഭാഗങ്ങൾക്കുമുള്ള ഈ സഹായം, സിനിമ നിർമ്മിക്കാൻ ഉള്ള സഹായം, അത് വെട്ടിച്ചുരുക്കണം. അത് 1.5 കോടിയിൽ നിന്ന് 50 ലക്ഷമായി 3 പേർക്ക് നൽകണം. ഒപ്പം തന്നെ അവർക്ക് പരിശീലനം നൽകണം, 3 മാസത്തെ പരിശീലനം നൽകണം എന്നുള്ളതായിരുന്നു അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശം. അതിൽ വിവാദം ഉയർന്നു വന്നത് അത് ഏതെങ്കിലും നിലയിലുള്ള ഒരു വിഭാഗങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് പരിശീലനം എന്നൊരു ചോദ്യമാണ് ഉയർത്തുന്നത്. ആ സദസ്സിൽ നിന്ന് തന്നെ ഈ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ, അടൂർ ഗോപാലകൃഷ്ണൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എതിർശബ്ദം ഉയർന്നിരുന്നു. അതിന് പിന്നാലെ വ്യാപകമായ വിമർശനം അതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. ഈ വിഷയത്തിൽ ദീദി ദാമോദരൻ പറഞ്ഞൊരു വിഷയം അത് വളരെ ശ്രദ്ധേയമാണ്. അവർ പറഞ്ഞത് ദളിതരോടും സ്ത്രീകളോടും എല്ലാ കാലത്തും മലയാള സിനിമ ഇങ്ങനെയാണ് ചെയ്തത്. മലയാള സിനിമയ്ക്ക് പിതാവുണ്ടായിരുന്നു, പക്ഷേ മാതാവില്ല. മാതാവിനെ PK റോസിയെ മാതാവാക്കാത്തത് പോലും ആ ദളിത് വിരോധം കൊണ്ട് മാത്രമാണ്. അങ്ങനെ പല കാലങ്ങളിൽ ദളിതരും സ്ത്രീകളും എന്തോ കുറഞ്ഞവരും കഴിവ് കുറഞ്ഞവരാണ് എന്നുള്ളൊരു ധാരണ മലയാള സിനിമയിലെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുന്നവർക്കുണ്ട്. അതിന്റെ മൗത്ത് പീസായാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഇന്നലെ സംസാരിച്ചത് എന്നുള്ളതായിരുന്നു പറഞ്ഞത്. ഒപ്പം ഈ അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസ്താവന ദൗർഭാഗ്യകരമെന്നായിരുന്നു സംവിധായിക അഞ്ജലി മേനോൻ പറഞ്ഞത്. അങ്ങനെ പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. ഈ വേദിയിൽ തന്നെ മന്ത്രി സജി ചെറിയാൻ അടൂർ ഗോപാലകൃഷ്ണനെ തിരുത്തുകയും ചെയ്തു. ഏതെങ്കിലും നിലയിൽ സർക്കാർ എടുത്ത ധീരമായ ഒരു സ്റ്റെപ്പാണ് ഈ SC/ST വിഭാഗങ്ങൾക്കുള്ള സിനിമ നിർമ്മിക്കാനുള്ള സഹായം നൽകിയത്. മാത്രമല്ല 1.5 കോടിക്കൊന്നും ഈ കാലത്ത് സിനിമ നിർമ്മിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ സജി ചെറിയാൻ പറഞ്ഞത്. ആ വിഷയത്തെ വേദിയിൽ തിരുത്തിയെങ്കിലും മന്ത്രി അതിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അത് നല്ല ഉദ്ദേശത്തിൽ പറഞ്ഞതാണ്, അതിനെ വിവാദമാക്കേണ്ട കാര്യമില്ല എന്നൊരു ന്യായീകരണവും നടത്തുകയും ചെയ്തു. മന്ത്രി പറഞ്ഞത്, പിന്നീട് മാധ്യമങ്ങളോട് മന്ത്രി പറഞ്ഞത്, മുതിർന്ന സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ, അതൊരു ഉപദേശമായി കണ്ടാൽ മതി എന്നുള്ളതാണ്. പക്ഷേ അതിന് പിന്നാലെ വിവാദങ്ങൾ ഉയർന്നു വരികയും ചെയ്തു. ഡോക്ടർ ബിജുവിനെ പോലുള്ളവർ ഫേസ്ബുക്കിലൂടെ വലിയ വിമർശനം പങ്കുവെക്കുന്ന സാഹചര്യമുണ്ടായി. ഈ ദളിത് വിഭാഗങ്ങളെ പ്രത്യേകതരം കണ്ണാടി കൊണ്ട് കാണുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നത് എന്നുള്ളതായിരുന്നു ഡോക്ടർ ബിജുവിന്റെ പരാമർശം. എന്തായാലും ഈ വിഷയത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതിന് പിന്നാലെ പ്രതികരിച്ചിട്ടില്ല. നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടുന്നുണ്ട്. മറ്റു വിഷയങ്ങൾ പറയുകയാണെങ്കിൽ ഈ സിനിമാ നയവുമായി ബന്ധപ്പെട്ട് 3 മാസത്തിനുള്ളിൽ തന്നെ
സിനിമാ നയം രൂപീകരിക്കണമെന്നൊരു നിലപാടിലാണ് ഇപ്പോൾ സർക്കാർ ഉള്ളത്. അതിന്റെ ഭാഗമായി കോൺക്ലേവിൽ ഉയർന്നു വന്ന ചർച്ചകൾ ക്രോഡീകരിക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ മുൻപിലുള്ള അടുത്ത കടമ്പ. അത് വളരെ വേഗത്തിൽ തന്നെ തുടങ്ങും എന്നുള്ളത് KSFDC ചെയർമാൻ കൂടിയായ K. മധു 24നോട് വ്യക്തമാക്കിയിട്ടുണ്ട്. വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങുകയും അതിന് പിന്നാലെ സിനിമ നയമായതിന് പിന്നാലെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഒരിക്കൽ കൂടി പ്രധാനപ്പെട്ട സിനിമാ സംഘടനകളുമായി ചർച്ച നടത്തും എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. SKN. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.